മാമ്പഴ പുളിശ്ശേരി മലയാളികൾക്ക് ഇന്നും ചോറിന്റെ കൂടെ ഒഴിച്ച് കൂട്ടി അടിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കിണ്ണം കാച്ച സാധനം. സേവ് ചെയ്ത് വെച്ചോളി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ പരിപാടിയാണ്. പഴുത്ത് നല്ല 4 മാമ്പഴം എടുത്തിട്ട് തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് പതുക്കെ ചെയ്താൽ മതി, ധൃതി കൂട്ടണ്ട. മാങ്ങയുടെ കഴമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനോട് യാതൊരു ഗുണം ഉണ്ടാവില്ല കേട്ടോ. തൊലി മാറ്റി വെച്ച് 4 മാമ്പഴം മൺചട്ടിയിലിട്ട് സെറ്റാക്കി വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സ്റ്റൗ ഓണാക്കാൻ മറക്കരുത്. ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ചൂടായതിനു ശേഷം ശർക്കര വെള്ളം എടുക്കുക, അതിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഏകദേശം മാമ്പഴം ഒന്നും ഇങ്ങോട്ട് കുറുകി ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും. ചെറിയ രീതിയിൽ ഒരു കട്ടിയാവുന്ന സമയത്ത് ഒരു സ്പൂൺ നെയ്യ് എടുക്കുക, അതിലേക്ക് മെല്ലെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറിയ രീതിയിൽ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരാനുണ്ട്. ആ സമയം കൊണ്ട് ഒരു മിക്സി എടുത്ത് അതിലേക്ക് ഒരു പിടി തേങ്ങ, കുറച്ചുകൂടെ തൈരും കൂടി ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഈ രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സാധനം കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ, എന്നാലും നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ. എന്നിട്ട് കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേറൊരു പാത്രത്തിൽ നെയ്യിട്ട് കടുക്, ഉലുവ, കറിവേപ്പില, 2 വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ മൂപ്പിച്ചിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഭംഗിക്ക് വേണമെങ്കിൽ 2 കറിവേപ്പിലും കൂടി അങ്ങോട്ട് വെച്ചോളൂ. ലാസ്റ്റ് ആയിട്ട് ഒന്നും മിക്സ് ചെയ്യാൻ നല്ല അടിപൊളി മണം വരാനുണ്ട്. സാക്ഷാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. ഒരു രക്ഷയില്ലിട്ട് നല്ല കിണ്ണം കഴിച്ച് കിർമാണേറ്റും. ഈ ഒരു സാധനം മാത്രം മതി മക്കളെ, നല്ല ചോറും കൂട്ടി ഇങ്ങനെ അടിക്കാനുണ്ടല്ലോ. എന്റെ മോനെ സംഗതി അങ്ങോട്ട് കേമാവും. പക്ഷെ എന്റെ പൊന്നോ, നല്ല കുറുകിയ സാധനം. അപ്പൊ സാക്ഷാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വിഷുക്കാണ് വരുന്നത്. ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മസ്റ്റ് ട്രൈ.